ഹേയ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ അവർക്ക് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഓൾസോ വീഡിയോ. കൊച്ചിയിലെ 3ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ ഈ വ്ളോഗ് കൊണ്ടുപോകുന്നത്. നമ്മുടെ പ്ലാനുകളൊന്നും എപ്പോഴും ശരിയാവാറില്ല, അതൊരു പുതുമയുള്ള കാര്യവുമല്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകേണ്ടേ ഉള്ളൂ. ഇപ്പം കറന്റ്ലി എന്താണ് സിറ്റുവേഷൻ, എന്താണ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ രാവിലെ 9 മണിക്കത്തെ ട്രെയിനിൽ കോയമ്പത്തൂർ പോകുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ദിണ്ടുകൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. എന്തിനാ പോകുന്നതെന്നൊന്ന് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ റെഡി ആയിട്ട് പല്ല് പോലും തേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എഴുതിച്ചിട്ട് ഇങ്ങനെ ട്രെയിനുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, എന്താ ചെയ്യേണ്ടത്, രാവിലത്തെ പരിപാടി എന്താണെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചടപടയെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. സോ സഡൻ ആയിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും 8:15 നമുക്ക് 9 മണിക്കാണ് ട്രെയിനുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ടിക്കറ്റ് ഓൾറെഡി എടുത്തു, ഇപ്പോൾ കുറച്ച് തന്നെ എടുപ്പിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഇങ്ങനത്തെ ഒരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ആയിരിക്കും കൊച്ചിയിൽ മാത്രമായിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും ഓക്കെ, നിങ്ങൾ എന്തായാലും വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവാറില്ല എൻ്റെ ഓഡിയൻസിന്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് കണ്ടു പോവുക. ഓക്കെ, എൻ്റെ വാച്ചവരെങ്കിലും കൂടി കിട്ടുമല്ലോ. സോ ബൈ. ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. 8:43 ആയിട്ടുണ്ട്. സോ ചിടപടി ആക്കണം. അപ്പൊ ഞാൻ എന്തെല്ലാം ഇറങ്ങട്ടെ. ബൈ ബൈ. അവിടെ നിന്നാണ് ഞാൻ വിചാരിച്ചതിനേക്കാളും ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ റീച്ച് ആകുമ്പോഴാണ് ട്രെയിനും വന്നെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് നേരം അവർ നമ്മൾ വെയിറ്റ് ചെയ്യില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്ത് ഞാൻ ചടപടിയെന്ന് ഓടിച്ചാടി കയറിയിരുന്നു. പിന്നെ കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വെയിലായിരുന്നു ഇന്നത്തേത്. അങ്ങനെ ഇച്ചിരി നേരം കൂടി കഴിയുമ്പോഴത്തേക്ക് ട്രെയിൻ എടുത്തു കേട്ടോ. എങ്ങോട്ടാണ്? കോയമ്പത്തൂരിലോട്ട്. സത്യം പറയാലോ, ചെറുങ്ങനെ എനിക്ക് വിശപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അറിയുന്നുണ്ടെങ്കിലും നമുക്ക് വേറെ വഴിയില്ല. കാരണം ആ ടൈമിൽ ചായ കാപ്പി എന്ന് പറഞ്ഞാൽ ആരും പോകുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സബൂറാക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വൈബാക്കി ഇരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു ഗ്രീനറി കാണുമ്പോഴോ നേച്ചറിൻ്റെ ഒരു മണം അങ്ങോട്ട് കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഏകദേശം എന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്? അതും കൂടി ഒന്ന് പറയണേ. ഞാൻ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടും ഞാൻ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള അപാകതകളൊക്കെ എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. കാരണം എൻ്റെ ഗ്രോത്ത് എന്ന് പറയണത് നോർമലി ഉള്ളതിനേക്കാൾ ഭയങ്കര സ്ലോ ആണ്. മൊത്തത്തിൽ ഞാൻ സ്ലോ ആണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഗ്രോത്ത് സ്ലോ ആയതുകൊണ്ട് എൻ്റെ കൺസിസ്റ്റൻസി ഞാൻ എവിടെയും നിർത്തലാക്കിയിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എനിക്ക് ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒഴിവ് കിട്ടുമ്പോൾ ചെറിയ ട്രിപ്പാണ്, കുഞ്ഞു യാത്ര ആണെങ്കിൽ കൂടിയും ഞാനത് നടത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കൊച്ചിയിലെത്തിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, എന്തോ ഉണ്ടല്ലോ, എവിടേക്കാണ്, എങ്ങനെയാണ് എന്നുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. പക്ഷെ സത്യം പറയാമല്ലോ, എനിക്കൊരു പ്ലാനും ഇല്ല. ഞാൻ എന്തിനാ വന്നേ അല്ലെങ്കിൽ എങ്ങോട്ടാ പോണേ അങ്ങനെ പ്രത്യേകിച്ചൊരു ധാരണ ഒന്നുമില്ല. കുറച്ച് മനസ്സൊന്ന് റിലാക്സ് ആവണം, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ ഒരു സന്ദർഭങ്ങളിൽ എന്നോട് ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ടൈമിൽ എൻ്റെ മൈൻഡിൽ എന്താണ് എനിക്ക് പറയാൻ തോന്നണത് അങ്ങനെയൊക്കെ ഉത്തരം കൊടുത്ത് ഒഴിഞ്ഞു മാറലാണ് പതിവ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊക്കെ നടക്കണത് എല്ലാം എല്ലാവരെയും ബോധിപ്പിച്ചിട്ടുണ്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കാര്യത്തിലൊക്കെ ഫ്രീഡം നമ്മൾ തന്നെ കണ്ടെത്തണം. അല്ലാണ്ട് ഞാനിത് ചെയ്യുന്നു, ഞാൻ അവിടെ പോകുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എല്ലാം ഒന്ന് ബോധിപ്പിച്ചിട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് വേറൊരാൾക്ക് കൂടി കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടിയായിട്ടാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം എൻ്റെ ചുറ്റിലുണ്ട് ഇതുപോലത്തെ ആൾക്കാരൊക്കെ. അയ്യോ, അവരെങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും, ഇവരൊക്കെ ആണോ നമുക്ക് ചിലവിന് തരുന്നത്? നോ മാൻ. അപ്പം നമ്മുടെ ലൈഫ് നമ്മൾ തീരുമാനിക്കണം. പക്ഷെ എന്താ, ആരെയും വേദനിപ്പിക്കാണ്ട് ആരോടൊന്നും പ്രശ്നം ഉണ്ടാക്കാണ്ട് നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോവാം. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ മെയിൻ ലക്ഷ്യം എന്ന് പറയണത്. പിന്നെ ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുക, അത്ര തന്നെ. എൻ്റെ ചുറ്റിലും കുറേ നന്മയോളികളുണ്ട്. ഈ നന്മയോളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നന്നാക്കാനായിട്ട് നടക്കുന്നവർ. ബേസിക്കലി ലോജിക്കലി അത്രക്ക് മോശപ്പെട്ട സ്വഭാവമൊന്നുമല്ല എൻ്റെത്. കുറച്ച് പ്രാന്തുണ്ട്, ഇങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്യുക, കുറച്ച് അൺപ്ലാനഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാണ്ട് മറ്റുള്ളവർ കരുതുന്ന ഭീകരമായിട്ടുള്ള സ്വഭാവമൊന്നും എനിക്കില്ല. അതും എൻ്റെ ഭീകര സ്വഭാവം ഞാൻ മറ്റുള്ളവരുടെ തളർത്താനായിട്ട് യൂസ് ചെയ്യാറുമില്ല.
ഞാൻ ഒറ്റയ്ക്ക് ഞാനും എൻ്റെ വൈബും അത്രമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കാറ് എൻ്റെ ലൈഫിൽ. പിന്നെ ജീവിതവും ലൈഫൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും ചുറ്റുമുള്ള സന്ദർഭങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കാം. നമ്മൾ എങ്ങനെ ആ പ്രശ്നത്തിനെ സോർട്ട് ഔട്ട് ചെയ്ത് അതിൽ നിന്ന് പുറത്തിറങ്ങുന്നോ അത്രത്തോളം നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ അത് അനുഭവിച്ച് ജീവിക്കാം. നമുക്ക് തീരുമാനിക്കാം നമുക്കിത് സോർട്ട് ഔട്ട് ചെയ്ത് ജീവിച്ച് ഹാപ്പി ആയിട്ട് പോകണോ അല്ല ആ ലൂപ്പിൽ പെട്ട് ചാവണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഞാൻ എന്താക്കുന്നത് ലൂപ്പിൽ പെടാണ്ട് ചാടി അങ്ങോട്ട് മറിഞ്ഞ് കിടന്ന് പോകുന്നു. അതാണ് ഡിഫറൻസ്. ഞാൻ മാത്രമല്ല പലരും അങ്ങനെ ജീവിക്കുന്നവരെ നമുക്ക് ചുറ്റിലും കാണാം. എനിക്ക് എൻ്റെ കാര്യമാണ് കൂടുതലറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ എൻ്റെ കാര്യം പറയുന്നു. അത്ര കൂടുതൽ ഒന്നും ഞാൻ പറഞ്ഞു വെറുപ്പിക്കണില്ല. കുറച്ചു നേരം നിങ്ങൾ ഈ വ്യൂ ഒന്ന് പാട്ട് കേട്ട് ആസ്വദിച്ചോളൂ ഗൈസ്. To be your friend, I wanna know if it mattered. I would have gone to war for you. I would have bent the earth in two just to get to our ever after. Something about this has changed. I wanna feel you close again. Don't let go. No, I don't want this to end. Whoa. Remember the start when you're breaking my heart again, like blood on a pen. Would it matter then when everything starts to fade? I'm back like it's yesterday. Would it all consent? Would it matter then? Would it matter then? I did it all. I pulled the weight on my shoulders like it was fate. Don't tell me it was for nothing. You told me love wasn't true 'cause it didn't feel real to a cynic like you, but I'm pretty sure we walked into something. Something about this has changed. I wanna feel you close again. Don't let go. No, I don't want this to end. ചില സ്ഥലങ്ങളുണ്ട് നമുക്ക് വരുമ്പം ഒരു വീടെത്തിയ ഫീലായിരിക്കും അല്ലേ. അതേപോലത്തെ ഒരു സ്ഥലത്താണ് ഇപ്പം ഞാൻ ഉള്ളത്. ഇറ്റ്സ് കോയമ്പത്തൂർ. കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് 3 മണിക്കൂർ യാത്രയുണ്ട്. ട്രെയിന് ഭയങ്കര ശോകമാണ്. ലൈക്ക് ട്രെയിന് ടൈമിങ്ങിലേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല ഇന്നത്തെ ട്രെയിനാണെങ്കിൽ 7:30 ഉള്ളത്. 12 മണിയൊക്കെ ആവും എത്താനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ബസ്സിൽ പോവാണ്. അതായിരുന്നു കുറച്ചും കൂടി. പക്ഷെ ബസ് ഏതാ എന്താ ഓരോരുത്തർ ഓരോ ഓപ്ഷൻസ് അവിടെ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഞാൻ എന്തായാലും വേറെ എനിക്ക് നോക്കട്ടെ എവിടെ ബസ്സുള്ളത് എന്താണെന്ന്. ഈ ബസ് ഇപ്പോഴും ഞാൻ നമ്മുടെ നാട്ടിലെ പോലെ വായിച്ചാൽ മനസ്സിലാവില്ല. പിന്നെ ഒരു നമ്പറും ഉണ്ട്. ഇപ്പം ഉണ്ടായിരുന്നു 140 എന്നാ പറയുന്നത് ബസ്സിന്റെ നമ്പർ. പക്ഷെ 140 പോയിട്ട് ഒന്നും കാണുന്നില്ല ഗൈസ്. ഒക്കെ ഒരു 63 അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ മഴയാണെങ്കിൽ ഇവിടെ ഫുള്ള് വെയിലാണ് ഗൈസ്. കരിഞ്ഞെത്തും. വേറൊരു സ്ഥലത്തേക്കുള്ള ബസ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ബസ് കയറാൻ പോകും. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ബത്തിനക്കുണ്ടിലേക്ക് ബസ് കയറിയിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും പിറകിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനിടയിൽ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വിചാരിക്കുന്ന പോലെ അല്ല. നല്ല തിരക്കും നല്ല കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിന് മുമ്പ് ഒരു ബസ് ഉണ്ടായിരുന്നു. അതിൽ സീറ്റില്ലാത്തതുകൊണ്ട് അതിന്റെ ബാക്കിലത്തെ ബസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. സീറ്റിൽ 3 മണിക്കൂർ ഇവിടെ നിന്ന് ട്രാവൽ ഉണ്ട്. സോ നമുക്ക് നിന്ന് പോകാൻ പറ്റത്തില്ലല്ലോ. സോ എന്തായാലും സീറ്റുള്ള ലേറ്റ് ആയിട്ട് എടുക്കാൻ തോന്നുന്നു. ഇവിടെ ഡ്രൈവറൊക്കെ ഇറങ്ങിപ്പോയി ഗൈസ്. ഞാനും ആകെ 2 പേരേ ഉള്ളൂ ഗൈസ്. സോ പിന്നെ കാണാം. സ്ഥലത്തിന്റെ പേര്
സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ബത്തലഗുണ്ട്. ബത്തലഗുണ്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒന്നെങ്കിൽ ദിണ്ടിക്കിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ബത്തലഗുണ്ടിലേക്ക് പോകും. ഞാനപ്പോ ഫോൺ വിളിച്ച് ചോദിച്ചു എവിടേക്കാണ്, കാരണം ദിണ്ടിക്കലെന്നായിരുന്നു അവള് പറഞ്ഞേ. അപ്പോൾ പറഞ്ഞു ബത്തലഗുണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ വീട്ടിലേക്ക് എത്താന്നാ പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് അതല്ലേ എളുപ്പം. ദിണ്ടിക്കല് പോയിട്ട് ചിലപ്പോ വേറെ പോണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോ. ഇതാകുമ്പം നമുക്ക് വീടിന്റെ അടുത്ത് തന്നെ ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബത്തലഗുണ്ട് ബസ്സിലേക്ക് കയറി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്, പോകുന്നതും ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ചത്തിട്ടില്ല, ജീവനോടെ ഉണ്ട്. ചാവാൻ ഇനി സമയം എടുക്കും മക്കളെ. ഇതിന്റെ ഇടയിൽ പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ഞാൻ എറണാകുളത്ത് കൊച്ചിയിലുള്ളപ്പം മഴ കൊണ്ട് നനഞ്ഞ് കുതിർന്ന് അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇന്ന് അരിഞ്ഞ് കെത്തിപ്പോയി, ഉണങ്ങിപ്പോയി, ഒക്കത്തിൽ വാടിപ്പോയി. ഇതൊക്കെ പ്രശ്നമല്ലാത്തൊരു കാര്യമാണ്. എന്നാലും ഞാൻ സൂചിപ്പിച്ചതാണ് നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ട്രാവൽ നമ്മളെ കൊണ്ട് ഫേസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ വരും. ഓക്കെ, നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മളൊക്കെ സംസാരിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ബസ് കണ്ടക്ടർമാരോടൊക്കെ ഇങ്ങനെ സ്ഥലത്തിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പം തമിഴൊരുമാതിരി ചവിച്ചു തുപ്പുന്ന പോലെയായിരുന്നു ഞാൻ സംസാരിക്കുന്നത്. നമ്മളങ്ങനെ ആവണം. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അവരുടെ ഭാഷ നമ്മൾ പഠിക്കണം. പക്ഷെ ഇത് എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു ലാംഗ്വേജ് ആണ് ഹിന്ദി. എന്തെന്ന് പറഞ്ഞൂടെ, ഏറ്റവും എളുപ്പമുള്ള ഭാഷയാണെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലടേ. എന്തോ ആവും, ചിലപ്പോ അവിടെ നിൽക്കാത്തത് കൊണ്ടായിരിക്കും. എന്റെ പറച്ചിലായിട്ടതൊന്നും ബാക്കിയുള്ള ലാംഗ്വേജും ഞാൻ തറവാണെന്ന്. അങ്ങനല്ല, തമിഴ് പിന്നെയും തമിഴ്നാട്ടിൽ വരുന്നതിന് മുന്നേ കുറച്ചൊക്കെ അറിയാം. പിന്നെ വന്ന് പഠിച്ചപ്പം കുറച്ചും കൂടി അടിപൊളിയായി. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുള്ള. വീണ്ടും വരാം. ഓക്കെ. ബത്തലഗുണ്ടി എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു പട്ടിക്കാടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് പട്ടിക്കാടല്ല ഗൈസ്, കുറച്ച് വലിയ കാടാണ് ഗൈസ്. ഞാൻ ഫ്രണ്ട്ലി ഓൺ ദ വേ ആണ്. അപ്പൊ ഞാൻ എന്തായാലും ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ക്ഷീണം അറിയുന്നുണ്ട്. ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കൊതുക് ചെറുതായിട്ടൊന്ന് വായിൽ പോയതായിരുന്നു. അപ്പൊ വാക്ക് കഴിഞ്ഞ് ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് വന്നു. നമുക്ക് ചായ കുടിച്ചിട്ട് അവളെ വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മളിതാ മെയിൻ എനിക്ക് ചെയ്യാനാണ്. നമ്മൾ മെയിൻ ആയിട്ട് വന്നത് എന്തിനാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല ആ ഉണ്ടോ? എന്താന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പണ്ടായിരുന്നു വീഡിയോ എടുത്തേ. ബൈ ദ വേ ഞാനിപ്പം വന്നെത്തിയിട്ടുണ്ട്. എനിക്ക് കാണിച്ചു തരാം ഗൈസ്. ആരാണവൾ? ഇവളാണവൾ. ഹേ ഗൈസ്, ഇതിന് മുഖം എന്തെങ്കിലും ഹൈലൈറ്റ് ആവട്ടാ. ഓക്കെ, ഒരു ഹൈ കാണിക്കും. സുഖാണ്, എന്ത് സുഖമാണ് മോളെ. ആദ്യ സുഖത്തിന് ആദ്യ കാര്യങ്ങളാണ്. ഇനി ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഴയ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പിയാണ്. ഇതൊരു ലോങ് വീഡിയോ ആണല്ലോ, സോ എന്തായാലും കുഴപ്പമില്ല. ഇനി അടുത്ത വീഡിയോ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്ലോഡ് ആവാതിരിക്കട്ടെ.
അപ്ലോഡ് ആയിരിക്കും കേട്ടോ, നിങ്ങൾ കാണണം, കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണം, ലൈക്ക് അടിക്കുക, എന്താന്നൊക്കെ വെച്ച് ചെയ്യാം. പ്രേക്ഷകർ ഓടി വെട്ടി ബൈ ബൈ.